വെൽക്കം ടു ഗുഡ് വിൽ പാചകം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. ഇത് കൈൻഡ് ഓഫ് ഒരു ഫ്യൂഷൻ ഡിഷാണ്. നമ്മളൊരു ചിക്കൻ കോഫ്ത ഉണ്ടാക്കാൻ വിത്ത് സൗത്ത് ഇന്ത്യൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നമ്മുടെ ചിക്കൻ കോഫ്തയ്ക്ക് വേണ്ടി നമ്മൾ 1 കിലോ ചിക്കൻ മിൻസ്ഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ട് ഇടാം, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇതിലേക്ക് കൊറിയാൻഡർ ലീവ്സ് ഇടാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇടാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോൾ പിടിച്ച് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ കോഫ്തൻ്റെ ബോൾസ് റെഡിയാണ്. ഇത് നമുക്ക് ഒരു ഷെല്ലോ ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി നമ്മുടെ ചിക്കൻ കോഫ്ത ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കോഫ്ത ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയിനറിലേക്ക് മാറ്റാം. നമ്മുടെ കോഫ്ത ഫ്രൈ ചെയ്ത് റെഡിയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഗ്രേവി റെഡിയാക്കാം. ഇതിനായി ഞാൻ 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുകയാണ്. നമുക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ഓയിലാണ്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിടാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ സ്പൈസ് ഒക്കെ എടുത്തിടാം. അതിന് കുറച്ച് ബേ ലീഫ്, കുറച്ച് സിനിമൺ സ്റ്റിക്ക്, 3 റെഡ് ചില്ലി, 5 കാർഡമം, കുറച്ച് ക്ലോവ്സ് ഒക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഒരു 5 ഓണിയൻ സ്ലൈസ് ചെയ്ത് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം ഗ്രീൻ ചില്ലി ഇടാം. നമ്മുടെ ഓണിയൻ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഏകദേശം ഈ കളർ ആവാൻ നേരത്ത് നമുക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ലോ ഫയറിൽ നമ്മുടെ ഈ ഗ്രേവി കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ കോഫ്ത ഇതിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കോഫ്ത കേരള സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നാടൻ ചിക്കൻ കോഫ്ത റെഡിയാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റെസിപ്പിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.